ക്ലാസ്സസ് ഫൈലിലേക്ക് സ്വാഗതം. കേരള PSC ചോദിച്ച ചോദ്യങ്ങളുടെ ഒരു ക്വിക്ക് റിവിഷനാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത്. അടുത്ത് വരുന്ന പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ തീർച്ചയായിട്ടും ഈ ചോദ്യങ്ങൾ അറിഞ്ഞിരിക്കുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ജീവിത രസങ്ങൾ എന്ന പേരിൽ ആത്മകഥ എഴുതിയ കലാകാരൻ. ജീവിത രസങ്ങൾ എന്ന പേരിൽ ആത്മകഥ എഴുതിയ കലാകാരൻ ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായരാണ്. ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായരാണ് ജീവിത രസങ്ങൾ എന്ന പേരിൽ ആത്മകഥ എഴുതിയത്. അടുത്ത ചോദ്യം, കേരള സിംഹം എന്ന കൃതിയുടെ കർത്താവ് ആര്? കൃതി കേരള സിംഹം. കേരള സിംഹം ആരുടേതാണ്? സർദാർ KM പണിക്കറാണ്. സർദാർ KM പണിക്കർ. ആവർത്തിച്ച് ചോദിച്ച് കാണുന്ന ക്വസ്റ്റ്യൻ ആണിത്. കേരള സിംഹം എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? സർദാർ KM പണിക്കറാണ്. അടുത്ത ചോദ്യം, ചന്ദ്രയാൻ 2 ദൗത്യത്തിന് നേതൃത്വം നൽകിയ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ ചെയർമാൻ ആരായിരുന്നു? ചന്ദ്രയാൻ 2 ദൗത്യത്തിന് നേതൃത്വം നൽകിയ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ ചെയർമാൻ ആരായിരുന്നു? K. ശിവൻ ആയിരുന്നു. K. ശിവൻ. ചന്ദ്രയാൻ 2. ഇന്ത്യയിൽ സമൂഹശാസ്ത്രം സോഷ്യോളജി എന്ന പഠനശാഖ ആദ്യമായി ആരംഭിച്ചത് ഏത് സർവകലാശാലയാണ്? ഇന്ത്യയിൽ സമൂഹശാസ്ത്രം എന്ന പഠനശാഖ ആദ്യമായിട്ട് ആരംഭിച്ച സർവകലാശാല ഏത്? ബോംബെ യൂണിവേഴ്സിറ്റിയാണ്. ബോംബെ യൂണിവേഴ്സിറ്റിയാണ് സമൂഹശാസ്ത്രം എന്ന പഠനശാഖ ആദ്യമായിട്ട് ആരംഭിച്ചത്. വിവരാവകാശ നിയമത്തിനായി പ്രയത്നിച്ച രാജസ്ഥാനിലെ സംഘടന ഏത്? ഏത് നിയമം? വിവരാവകാശ നിയമത്തിനായിട്ട് പ്രയത്നിച്ച എവിടത്തെ സംഘടനയാണ്? രാജസ്ഥാനിലെ സംഘടന. മസ്ദൂർ കിസാൻ ശക്തി സംഘടനാണ്. മസ്ദൂർ കിസാൻ ശക്തി സംഘടന. വിവരാവകാശ നിയമത്തിനായിട്ട് പ്രയത്നിച്ച രാജസ്ഥാനിലെ സംഘടന മസ്ദൂർ കിസാൻ ശക്തി സംഘടന. നീതി ആയോഗിന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ആര്? നീതി ആയോഗിന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ആരായിരുന്നു? അരവിന്ദ് പനഗരിയായിരുന്നു നീതി ആയോഗിന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ. അരവിന്ദ് പനഗരിയ. അപ്പോൾ ഈ ക്ലാസ്സിൽ നിങ്ങൾക്കായിട്ടുള്ള ചോദ്യം, നീതി ആയോഗിന്റെ നിലവിലെ ഉപാധ്യക്ഷൻ ആര് എന്ന് കമന്റ് ചെയ്യുക. നിലവിലെ ഉപാധ്യക്ഷൻ ആര് എന്ന് കമന്റ് ചെയ്യുക. ഇനി ഇന്ത്യൻ ചരക്കു സേവന നികുതി അതായത് GST നിലവിൽ വന്നത് എപ്പോഴാണ്? ചരക്കു സേവന നികുതി അഥവാ GST നിലവിൽ വന്നത് 1 ജൂലൈ 2017 ജൂലൈ 1 ചരക്കു സേവന നികുതി നിലവിൽ വന്നത്. 1 ജൂലൈ 2017. സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായി സംസ്ഥാന എക്സൈസ് വകുപ്പ് വിമുക്തിയുടെ പേരിൽ നടപ്പാക്കുന്ന പദ്ധതിയുടെ പേര്? സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായിട്ട് സംസ്ഥാന എക്സൈസ് വകുപ്പ് വിമുക്തിയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പദ്ധതിയുടെ പേര്? ഉണർവ്. പദ്ധതിയുടെ പേര് ഉണർവ്. താരാപൂർ ആണവോർജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? താരാപൂർ ആണവോർജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്ര. താരാപൂർ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്ര. പാരമ്പര്യ ഊർജ സ്രോതസ്സിന് ഉദാഹരണം തന്നിരിക്കുന്നത് ഏതൊക്കെയാണ്? സൗരോർജം, വേലിയോർജം, കൽക്കരി, ജൈവവാതകം. ഇതിൽ പാരമ്പര്യ ഊർജ സ്രോതസ്സിന് ഉദാഹരണം ഏതാണ്? കൽക്കരിയാണ്. കൽക്കരി. പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല? പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല ഏത്? ഇന്ത്യൻ അയേൺ ആൻഡ് സ്റ്റീൽ കമ്പനി. ഇന്ത്യൻ അയേൺ ആൻഡ് സ്റ്റീൽ കമ്പനിയാണ് പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല. ഇന്ത്യൻ അയേൺ ആൻഡ് സ്റ്റീൽ കമ്പനി. ഇന്ത്യയിൽ ആദ്യമായിട്ട് പെട്രോളിയം ഖനനം ചെയ്ത പ്രദേശം? ഇന്ത്യയിൽ ആദ്യമായിട്ട് പെട്രോളിയം ഖനനം ചെയ്ത പ്രദേശം ഏത്? ഡിഗ്ബോയ് ആണ്. ഡിഗ്ബോയ്. ഭരണഘടനയുടെ ഏത് ഭാഗത്തിലാണ് മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഭരണഘടനയുടെ ഏത് ഭാഗത്തിലാണ്? ഭാഗം 4A ഭാഗം 4A മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്.
ഇന്ത്യൻ ദേശീയ പതാകയിൽ സമാധാനത്തെയും സമത്വത്തെയും പ്രതിനിധീകരിക്കുന്ന നിറം ഏതിനൊക്കെയാണ്? സമാധാനം, സമത്വം എന്നിവയെ പ്രതിനിധീകരിക്കുന്നത് വെള്ള നിറമാണ്. വെള്ള നിറമാണ് സമാധാനത്തെയും സമത്വത്തെയും പ്രതിനിധീകരിക്കുന്നത്. 1950 ജനുവരി 24 ഭരണഘടന നിർമ്മാണ സഭ ജനഗണമനയുടെ ഏത് ഭാഷയിലുള്ള പതിപ്പിനാണ് അംഗീകാരം നൽകിയത്? ഹിന്ദി പതിപ്പിനാണ്. ഹിന്ദി പതിപ്പിനാണ്. 1950 ജനുവരി 24 ഭരണഘടനാ നിർമ്മാണ സഭ ജനഗണമനയുടെ ഏത് ഭാഷയിലുള്ള പതിപ്പിനാണ് അംഗീകാരം നൽകിയത്? ഹിന്ദി. ഇന്ത്യയുടെ ദേശീയ ഗീതം വന്ദേ മാതരമാണ്. വന്ദേ മാതരം ഇന്ത്യയുടെ ദേശീയ ഗീതം. ദേശീയ ഗാനം ഏത് എന്ന് ചോദിച്ചാലാണ് ജനഗണമന. ദേശീയ മനുഷ്യാവകാശ നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം? ദേശീയ മനുഷ്യാവകാശ നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം 1993 1993. താഴെ കൊടുത്തിരിക്കുന്നവയിൽ മതേതരത്വം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് മതേതരത്വം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഇന്ത്യക്ക് ഒരു ഔദ്യോഗിക മതം ഇല്ല എന്നതാണ് മതേതരത്വം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇന്ത്യക്ക് ഒരു ഔദ്യോഗിക മതം ഇല്ല. തൊട്ടുകൂടായ്മ നിരോധന നിയമം നിലവിൽ വന്ന വർഷം? തൊട്ടുകൂടായ്മ നിരോധന നിയമം നിലവിൽ വന്നത് 1955 1955 തൊട്ടുകൂടായ്മ നിരോധന നിയമം നിലവിൽ വന്നത്. മൗലാന അബ്ദുൽ കലാം ആസാദിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ആരെക്കുറിച്ചാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ്. തന്നിരിക്കുന്നു സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി. മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദിനം നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നു. ആസാദിന്റെ പുസ്തകം ഇന്ത്യ വിൻസ് ഫ്രീഡം നയി താലീം എന്ന വിദ്യാഭ്യാസ പദ്ധതി ആസൂത്രണം ചെയ്തു. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? തെറ്റായിട്ടുള്ള പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തെറ്റായിട്ടുള്ള പ്രസ്താവന ഓപ്ഷൻ ഡി ആണ്, 4 മാത്രമാണ്. നയി താലീം എന്ന വിദ്യാഭ്യാസ പദ്ധതി ആരുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഗാന്ധിജിയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. നയി താലീം ഗാന്ധിജി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു? മൗലാന അബ്ദുൽ കലാം ആസാദ്. മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദിനമായ നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുന്നു. ശരിയാണ്. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന പുസ്തകം ആരുടേതാണ്? മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെതാണ്. ഈ 3 പോയിന്റ്സ് നോട്ട് ചെയ്യുക. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി, മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദിനമായ നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുന്നത്. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്നത് മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ പുസ്തകമാണ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികളിൽ ഉൾപ്പെടാത്തത് ഏത്? സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികളിൽ ഉൾപ്പെടാത്തത് ഏത്? അഭയാർത്ഥി പ്രവാഹം, വർഗീയ ലഹള, സ്വാതന്ത്ര്യത്തിന് ശേഷവും ഇന്ത്യയിൽ ബ്രിട്ടീഷ് അധീന പ്രദേശങ്ങൾ, നാട്ടുരാജ്യങ്ങളുടെ സംയോജനം. ഉത്തരം വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം. 3 മാത്രം. സ്വാതന്ത്ര്യത്തിന് ശേഷവും ഇന്ത്യയിൽ ബ്രിട്ടീഷ് അധീന പ്രദേശങ്ങൾ എന്നതാണ് ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികളിൽ ഉൾപ്പെടാത്തത്. ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ ഏതൊക്കെയായിരുന്നു? അഭയാർത്ഥി പ്രവാഹം, വർഗീയ ലഹള, നാട്ടുരാജ്യങ്ങളുടെ സംയോജനം എന്നിവയെല്ലാം ഇന്ത്യ നേരിട്ട പ്രധാനപ്പെട്ട വെല്ലുവിളികളാണ്. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന ആമസോൺ മഴക്കാടുകൾ ഭൂമിയിലെ ഓക്സിജന്റെ എത്ര ശതമാനം നൽകുന്നു? ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന ആമസോൺ മഴക്കാടുകൾ ഭൂമിയിലെ ഓക്സിജന്റെ എത്ര ശതമാനം നൽകുന്നു? 20%. 20%. സ്പോട്ടഡ് ഫീവർ എന്ന രോഗത്തിന് കാരണമായ രോഗാണു ഏത് വിഭാഗത്തിൽ പെടുന്നു? സ്പോട്ടഡ് ഫീവർ എന്ന രോഗത്തിന് കാരണമായ രോഗാണു റിക്കറ്റ്സിയ ആണ്. റിക്കറ്റ്സിയ എന്ന വിഭാഗത്തിൽ പെടുന്നു. റിക്കറ്റ്സിയ. മനുഷ്യരിലെ നൈട്രോജനിക വിസർജ്യ പദാർത്ഥമായ യൂറിയ ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് അവയവത്തിൽ വെച്ചാണ്? യൂറിയ ഉൽപ്പാദിപ്പിക്കുന്നത് കരളിലാണ്. കരൾ. ഇരപിടിയൻ സസ്യങ്ങൾ അവ
വളരുന്ന മണ്ണിൽ ഏത് മൂലകത്തിന്റെ അഭാവം ഉണ്ടാകുമ്പോഴാണ് പ്രാണികളെ പിടിക്കുവാനുള്ള കഴിവ് ആർജിക്കുന്നത്? ഇരപിടിയൻ സസ്യങ്ങൾ അവ വളരുന്ന മണ്ണിൽ ഏത് മൂലകത്തിന്റെ അഭാവം ഉണ്ടാകുമ്പോഴാണ് പ്രാണികളെ പിടിക്കാനുള്ള കഴിവ് ആർജിക്കുന്നത്? നൈട്രജന്റെ അഭാവമുള്ളപ്പോഴാണ്. നൈട്രജൻ. പ്രകാശ സംശ്ലേഷണ പ്രക്രിയയുടെ ഭാഗമായി സസ്യങ്ങൾ പുറത്തേക്ക് വിടുന്ന ഓക്സിജൻ വാതകം എന്തിന്റെ വിഘടന ഫലമായാണ് ഉണ്ടാകുന്നത്? എന്തിന്റെ വിഘടന ഫലമായിട്ടാണ്? ജലത്തിന്റെ വിഘടന ഫലമായിട്ടാണ് ഉണ്ടാകുന്നത്. ജലം. കുടിവെള്ളത്തിലൂടെ പകരുന്ന ഒരു രോഗം. കുടിവെള്ളത്തിലൂടെ പകരുന്ന ഒരു രോഗം ടൈഫോയിഡ് ആണ്. ടൈഫോയിഡ്. കേരളത്തിൽ ദേശാടന കിളികൾ ധാരാളമായി വിരുന്നെത്തുന്ന പ്രദേശം. ദേശാടന കിളികൾ തട്ടേക്കാട്. തട്ടേക്കാട്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം. കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം. സങ്കര ഇനം നെല്ലിന് ഉദാഹരണം. സങ്കര ഇനം നെല്ലിന് ഉദാഹരണമാണ് അന്നപൂർണ. സങ്കര ഇനം നെല്ലിന് ഉദാഹരണം അന്നപൂർണ. പയറുവർഗത്തിൽപ്പെട്ട സസ്യങ്ങളുടെ വേരുകളിൽ വസിച്ച് നൈട്രജനെ വലിച്ചെടുക്കുന്ന ബാക്ടീരിയ. പയറുവർഗത്തിൽപ്പെട്ട സസ്യങ്ങളുടെ വേരുകളിൽ വസിച്ച് നൈട്രജനെ വലിച്ചെടുക്കുന്ന ബാക്ടീരിയയാണ് റൈസോബിയം. റൈസോബിയം. സോണാർ എന്ന ഉപകരണത്തിൽ ഉപയോഗിക്കുന്ന ശബ്ദ തരംഗങ്ങൾ ഏത്? സോണാർ എന്ന ഉപകരണത്തിൽ ഉപയോഗിക്കുന്ന ശബ്ദ തരംഗങ്ങൾ അൾട്രാസോണിക് ആണ്. അൾട്രാസോണിക് തരംഗങ്ങളാണ് സോണാറിൽ ഉപയോഗിക്കുന്നത്. ഒരു വസ്തുവിന് അതിൻ്റെ സ്ഥാനം മൂലം ലഭ്യമാകുന്ന ഊർജം ഏത്? സ്ഥാനം മൂലം ലഭ്യമാകുന്നത് സ്ഥിതികോർജമാണ്. സ്ഥിതികോർജം. പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസത്തിന്റെ പേര്. പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസമാണ് പ്രകീർണനം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. പ്രകീർണനം. താഴെ പറയുന്നവയിൽ ഊഷ്മാവിന്റെ യൂണിറ്റ് അല്ലാത്തത്. ഊഷ്മാവിന്റെ യൂണിറ്റ് അല്ലാത്തത് ഏതാണ്? പാസ്കൽ ആണ്. പാസ്കൽ എന്തിന്റെ യൂണിറ്റ് ആണ്? പാസ്കൽ മർദ്ദത്തിന്റെ യൂണിറ്റ് ആണ് പാസ്കൽ. മർദ്ദത്തിന്റെ യൂണിറ്റ് ആണ് പാസ്കൽ. സെൽഷ്യസ്, ഫാരൻഹീറ്റ്, കെൽവിൻ എന്നിവ ഊഷ്മാവിന്റെ യൂണിറ്റുകളാണ്. ഒരു വസ്തുവിന് യൂണിറ്റ് സമയത്തിലുണ്ടാകുന്ന സ്ഥാനാന്തരം. ഒരു വസ്തുവിന് യൂണിറ്റ് സമയത്തിലുണ്ടാകുന്ന സ്ഥാനാന്തരമാണ് പ്രവേഗം. പ്രവേഗം. ഒരു വസ്തുവിന് യൂണിറ്റ് സമയത്തിലുണ്ടാകുന്ന സ്ഥാനാന്തരം പ്രവേഗം. ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ട് ബന്ധം ഇല്ലാത്ത പ്രസ്താവന കണ്ടെത്തുക. തന്നിരിക്കുന്നു. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം. കോൺഗ്രസ്, മുസ്ലിം ലീഗ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ക്വിറ്റ് ഇന്ത്യ പ്രമേയത്തെ പിന്തുണച്ചു. ബ്രിട്ടീഷ് സർക്കാർ സ്റ്റാൻഫോർഡ് ക്രിപ്സിന് കീഴിൽ ഒരു ദൗത്യത്തെ ഇന്ത്യയിലേക്ക് അയച്ചു. ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ട് ബന്ധം ഇല്ലാത്തത് ഓപ്ഷൻ ബി ആണ്. മാത്രമാണ്. രണ്ടാമത്തെ പ്രസ്താവന മാത്രമാണ് ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ട് ബന്ധമില്ലാത്തത്. അപ്പൊ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ക്വിറ്റ് ഇന്ത്യ സമരമാണ്. അതുപോലെ ബ്രിട്ടീഷ് സർക്കാർ സ്റ്റാൻഫോർഡ് ക്രിപ്സിന് കീഴിൽ ഒരു ദൗത്യ സംഘത്തെ ഇന്ത്യയിലേക്ക് അയച്ചു എന്നതും ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്തത്, താഴെ പറയുന്നവയിൽ ശരിയായ ബന്ധം ഏത്? ഇവിടെ തന്നിരിക്കുന്നു. ചമ്പാരൻ സത്യാഗ്രഹം ബീഹാർ, ഗേഡ സത്യാഗ്രഹം മഹാരാഷ്ട്ര, അഹമ്മദാബാദ് മിൽ സമരം ഗുജറാത്ത്. ഇതിൽ ശരിയായ ബന്ധം ഏത് എന്നതാണ് ചോദ്യം. ശരിയായ ബന്ധം ഓപ്ഷൻ സി ആണ് ഉത്തരം. 1ഉം 3ഉം ശരിയാണ്. ചമ്പാരൻ സത്യാഗ്രഹം ബീഹാർ ശരിയാണ്. അഹമ്മദാബാദ് മിൽ സമരം ഗുജറാത്ത് ശരിയാണ്. തെറ്റായത് ഏതാണ്? ഗേഡ സമരം മഹാരാഷ്ട്ര എന്ന് പറഞ്ഞിരിക്കുന്നത് തെറ്റാണ്. ഗേഡ സമരം നടന്നത് എവിടെയാണ്? ഗുജറാത്തിലാണ്. ഗുജറാത്തില് മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന സമരമാണ് ഗേഡ സത്യാഗ്രഹം. ഏത് വർഷമാണ്? 1918 ഗേഡ സത്യാഗ്രഹം നടന്നത്. ചമ്പാരൻ സത്യാഗ്രഹം 1917. അഹമ്മദാബാദ് മിൽ സമരം നടന്നത് 1918. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട് തെറ്റായത് ഏത്? മാർത്താണ്ഡവർമ്മയുമായിട്ട് ബന്ധപ്പെട്ട് തെറ്റായത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്.
തൃശ്ശൂർ പൂരം ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. 1750 മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തി. 1741 മാർത്താണ്ഡവർമ്മയുടെ സൈന്യം ഡച്ചുകാരെ കുളച്ചൽ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി. മാർത്താണ്ഡവർമ്മയുമായിട്ട് ബന്ധപ്പെട്ട് തെറ്റായത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ഒന്ന് മാത്രമാണ്. തൃശ്ശൂർ പൂരം ആരംഭിച്ചത് ആരാണ്? തൃശ്ശൂർ പൂരം ആരംഭിച്ചത് ശക്തൻ തമ്പുരാനാണ്. തൃശ്ശൂർ പൂരം ആരംഭിച്ചത് ശക്തൻ തമ്പുരാൻ. 1750 മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തി. 1741 മാർത്താണ്ഡവർമ്മയുടെ സൈന്യം ഡച്ചുകാരെ കുളച്ചൽ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി എന്നിവ ശരിയാണ്. തൃശ്ശൂർ പൂരം ആരംഭിച്ചത് ആര് എന്ന് ചോദിച്ചാൽ ശക്തൻ തമ്പുരാനാണ്. ചുവടെ നൽകിയിട്ടുള്ളതിൽ EMS നമ്പൂതിരിപ്പാടിന്റെ കൃതി. EMS നമ്പൂതിരിപ്പാടിന്റെ കൃതി ഏതാണ്? EMS നമ്പൂതിരിപ്പാടിന്റെ കൃതി 1.25 കോടി മലയാളികളാണ്. 1.25 കോടി മലയാളികൾ. കണ്ണീരും കിനാവും ആരുടേതാണ്? VT ഭട്ടതിരിപ്പാടിന്റെ കൃതിയാണ് കണ്ണീരും കിനാവും. ആദ്യ ഭാഷ ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ്. മലബാർ മാനുവൽ ആരുടേതാണ്? വില്യം ലോഗന്റേതാണ് മലബാർ മാനുവൽ. കണ്ണീരും കിനാവും VT ഭട്ടതിരിപ്പാട്, ആദിഭാഷ ചട്ടമ്പി സ്വാമികൾ, മലബാർ മാനുവൽ വില്യം ലോഗൻ, 1.25 കോടി മലയാളികൾ EMS നമ്പൂതിരിപ്പാട്. താഴെ പറയുന്ന ഉദ്ധരണികളിൽ തെറ്റായത് ഏത്? തന്നിരിക്കുന്നു. എനിക്ക് ശേഷം പ്രളയം ലൂയി 15 ഞാനാണ് രാഷ്ട്രം ലൂയി 14. സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യനെവിടെയും ചങ്ങലയിലാണ് വോൾട്ടയർ. തെറ്റായത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തെറ്റായത് ഏത്? ഓപ്ഷൻ എ ആണ് ഉത്തരം. 3 മാത്രമാണ് തെറ്റ്. സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ് എന്നത് ആരുടെ വാക്കുകൾ ആണ്? റൂസോയുടെ വാക്കുകളാണ്. റൂസോ. സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ് എന്നത് റൂസോയുടെ വാക്കുകളാണ്. എനിക്ക് ശേഷം പ്രളയം ലൂയി 15 ശരിയാണ്. ഞാനാണ് രാഷ്ട്രം ലൂയി 14 ശരിയാണ്. എനിക്ക് ശേഷം പ്രളയം എന്നത് ആരുടെ വാക്കുകളാണ്? ലൂയി 15 ഞാനാണ് രാഷ്ട്രം എന്നത് ആരുടേതാണ്? ലൂയി 14 സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ് എന്നത് ആരുടെ വാക്കുകളാണ്? റൂസോയുടെ വാക്കുകൾ ആണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്ത് ദേശീയ വിദ്യാഭ്യാസത്തിന്റെയും കലയുടെയും വളർച്ചയ്ക്ക് നിരവധി വിദ്യാലയങ്ങൾ സ്ഥാപിക്കപ്പെട്ടു. ഈ പ്രസ്താവനയുമായി യോജിക്കാത്തവ കണ്ടെത്തുക. 1916 DK കാർവെ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചു. വില്യം ജോൺസ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചു. രവീന്ദ്രനാഥ് ടാഗോർ ബംഗാളിൽ വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ചു. മഹാകവി വള്ളത്തോൾ നാരായണ മേനോൻ തൃശ്ശൂരിൽ കേരള കലാമണ്ഡലം സ്ഥാപിച്ചു. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്ത് ദേശീയ വിദ്യാഭ്യാസത്തിന്റെയും കലയുടെയും വളർച്ചയ്ക്ക് നിരവധി വിദ്യാലയങ്ങൾ സ്ഥാപിക്കപ്പെട്ടു. അവയുമായിട്ട് യോജിക്കാത്തവ. ദേശീയ സമരകാലത്ത് യോജിക്കാത്തത് ഏതാണ്? രണ്ടാമത്തേതാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 2 മാത്രം. വില്യം ജോൺസ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു. വില്യം ജോൺസ് 1784 ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത്. 1916 DK കാർവെ ഇന്ത്യയിൽ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചു. രവീന്ദ്രനാഥ് ടാഗോർ ബംഗാളിൽ വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ചു. മഹാകവി വള്ളത്തോൾ നാരായണ മേനോൻ തൃശ്ശൂരിൽ കേരള കലാമണ്ഡലം സ്ഥാപിച്ചു. ഇതെല്ലാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്ത് ദേശീയ വിദ്യാഭ്യാസത്തിന്റെയും കലയുടെയും വളർച്ചയ്ക്ക് സ്ഥാപിക്കപ്പെട്ടവയാണ്. അടുത്തത്, ദാദാഭായ് നവറോജിയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുണ്ടായ തകർച്ച സംബന്ധിച്ച ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ചു. കോൺഗ്രസിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ചു. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നു. INCയുടെ ആദ്യ പ്രസിഡന്റ്. തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാണ്? 4. ഓപ്ഷൻ ഡി ആണ് ഉത്തരം.
നാലാമത്തെ പ്രസ്താവനയാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. INCയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? WC ബാനർജി ആയിരുന്നു INCയുടെ ആദ്യത്തെ പ്രസിഡന്റ്, WC ബാനർജി. ചോർച്ച സിദ്ധാന്തം ആവിഷ്കരിച്ചത് ദാദാഭായ് നവറോജിയാണ്. കോൺഗ്രസ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ചത് ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജിയാണ്. കേരളത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. തീരപ്രദേശമില്ലാത്ത ജില്ലകൾ ഇടുക്കി, വയനാട്, കോട്ടയം, പാലക്കാട്, പത്തനംതിട്ട. ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല തിരുവനന്തപുരം. സപ്തഭാഷാ സംഗമഭൂമി എന്നറിയപ്പെടുന്ന ജില്ല കാസർഗോഡ്. കേരളത്തിലേക്ക് കണ്ടോൺമെന്റ് കണ്ണൂർ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ശരി അല്ലാത്തതാണ്. ശരി അല്ലാത്തത് ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി, 2 മാത്രം. ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകൾ ഉള്ള ജില്ല മലപ്പുറമാണ്. മലപ്പുറം ജില്ലയിലെ എത്ര ഗ്രാമപഞ്ചായത്തുകളാണുള്ളത്? 94 ഗ്രാമപഞ്ചായത്തുകളാണ് മലപ്പുറം ജില്ലയിൽ ഉള്ളത്. അപ്പോൾ തീരപ്രദേശമില്ലാത്ത ജില്ലകളാണ് ഇടുക്കി, വയനാട്, കോട്ടയം, പാലക്കാട്, പത്തനംതിട്ട. ശരിയാണ്. സപ്തഭാഷാ സംഗമഭൂമി എന്നറിയപ്പെടുന്നത് കാസർഗോഡ് ജില്ലയാണ്. ശരിയാണ്. സപ്തഭാഷാ സംഗമഭൂമി കാസർഗോഡ്. കേരളത്തിലെ ഏക കണ്ടോൺമെന്റ് കണ്ണൂരാണ്. ശരിയാണ്. കേരളത്തിലെ കായലുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. കൊല്ലം മുതൽ വടക്കോട്ട് 8 ശാഖകളായി സ്ഥിതി ചെയ്യുന്ന കായലാണ് വേമ്പനാട് കായൽ. വേമ്പനാട് കായലിലെ പുന്നമടയിൽ പ്രശസ്തമായ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നു. നീണ്ടകര അഴിമുഖം അഷ്ടമുടി കായലിനെ അറബിക്കടലുമായിട്ട് ബന്ധിപ്പിക്കുന്നു. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഏതാണ്? ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. 2ാമത്തെയും 3ാമത്തെയും പ്രസ്താവനകൾ ശരിയാണ്. വേമ്പനാട്ട് കായലിലെ പുന്നമടയിൽ പ്രശസ്തമായ നെഹ്റു ട്രോഫി വള്ളംകളി നടത്തുന്നു. നീണ്ടകര അഴിമുഖം അഷ്ടമുടിക്കായലിനെ അറബിക്കടലുമായിട്ട് ബന്ധിപ്പിക്കുന്നു എന്നിവ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ആണ്. ചവറ കരിമൺ നിക്ഷേപത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ധാതു ഏത്? ചവറ കരിമൺ നിക്ഷേപത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ധാതു ഏത്? ഇൽമനൈറ്റ് ആണ്. ഇൽമനൈറ്റ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഗോപുരവാതിലുകളിലൂടെ സൂര്യനെ ദർശിക്കാൻ സാധിക്കുന്നത് ഏത് മാസത്തിലാണ്? സെപ്റ്റംബറിലാണ്. സെപ്റ്റംബർ. ഏത് സംസ്ഥാനത്തിന്റെ ദേശീയ പുഷ്പമാണ് ബ്രഹ്മകമലം? ബ്രഹ്മകമലം ഏത് സംസ്ഥാനത്തിന്റെ ദേശീയ പുഷ്പമാണ്? ഉത്തരാഖണ്ഡിന്റെ ദേശീയ പുഷ്പമാണ് ബ്രഹ്മകമലം. സുവർണ ചതുഷ്കോണം എന്നത് ഒരു ഡാഷ് ആണ്. സുവർണ ചതുഷ്കോണം എന്നത് ഒരു ഹൈവേ ആണ്. ഹൈവേ. സുവർണ ചതുഷ്കോണം ഒരു ഹൈവേ ആണ്. ഹൈവേ. സതീഷ് ധവാൻ സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിലാണ്? സതീഷ് ധവാൻ സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിലാണ്. ആന്ധ്രാപ്രദേശ്. ആദിത്യ L1 ദൗത്യത്തിന് ഉപയോഗിച്ച റോക്കറ്റ് ഏത്? ആദിത്യ L1 ദൗത്യത്തിന് ഉപയോഗിച്ചത് PSLV ആണ്. PSLV. ആദിത്യ L1 ദൗത്യത്തിന് ഉപയോഗിച്ചത് PSLV. ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യമാണ്. ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായവ ഏതെല്ലാം? ആസൂത്രണ കമ്മീഷൻ 1950 സ്ഥാപിച്ചു. 1951 1ാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചു. ഇപ്പോൾ 12 പഞ്ചവത്സര പദ്ധതി നടക്കുന്നു. സ്വാശ്രയത്വം ഒരു പ്രധാന ലക്ഷ്യമാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 1, 2, 4 എന്നിവ ശരിയാണ്. 1, 2, 4. ആസൂത്രണ കമ്മീഷൻ സ്ഥാപിതമായ വർഷം 1950. 1951 1ാമത്തെ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചു. സ്വാശ്രയത്വം ഒരു പ്രധാന ലക്ഷ്യമാണ്. ഈ 3 പ്രസ്താവനകളും ശരിയാണ്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.